ഒരു വ്യക്തിയുടെ വ്യക്തിത്വം രൂപപ്പെട്ടതിന് ശേഷം, അതായത് അവൻ്റെ ഫസ്റ്റ് ഏജുകൾ കഴിഞ്ഞു പോയി കഴിഞ്ഞിട്ട് അതവന് തിരുത്തൽ ശ്രമകരമായ പണി, അസാധ്യമായ പണിയല്ല. ഇന്ന് നമ്മുടെ തെറപ്പികളും ബിഹേവിയർ തെറപ്പികളും കോഗ്നിറ്റീവ് തെറപ്പികളും അതുപോലെയുള്ള എല്ലാം അതിന് ഉപയോഗപ്പെടുന്നതാണ്. പക്ഷേ ഇതിന് എളുപ്പമുള്ള മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരൻസിന് കാഴ്ചപ്പാടുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിവാഹത്തിന് മുൻപ് തന്നെ ഈ പാരൻസ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുക എന്നൊരു ചടങ്ങ് ഇവിടെയുണ്ട്. പക്ഷെ ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗും അത് എഫക്റ്റീവായിട്ട് നടത്തപ്പെടുന്നുണ്ടോ? ഒരു തമാശയായിട്ട് വിവാഹം കഴിക്കാൻ പോകുന്നതിൻ്റെ ഒരു രസത്തിലോ അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിലോ ഇരിക്കുന്ന രണ്ട് യുവമിഥുനങ്ങളാണ് ഈ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിന് വന്നിരിക്കുന്നത്. അവിടെ സാറിനെ ഒരു 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 ജോക്കറായി കാണുകയും ഒരു ടൈം പാസിങ് പരിപാടിയായിട്ട് ഇത് കാണുകയും ചെയ്യുന്നുണ്ട്. അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഗൗരവതരമായ ഞങ്ങൾ നാളത്തേക്കുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുന്ന ഒരു പ്രക്രിയയുടെ ആളുകളാണ്. അതുകൊണ്ട് നല്ലൊരു തലമുറയാണ് ഞങ്ങൾക്ക് സംഭാവന ചെയ്യാനുള്ളത്. അതിന് ഞങ്ങൾ കൂടി ഒന്ന് റെഡിയാകേണ്ടതുണ്ടെന്നുള്ളൊരു മാനസികാവസ്ഥ ഇവർക്ക് വരണം. എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വരികയാണെങ്കിൽ ഞാൻ 3 ഫാക്ടേഴ്സാണ് എപ്പോഴും നോക്കാറ്. ഒന്ന്, ഈ ബയോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് ഞാൻ നോക്കും. അവരുടെ ഭക്ഷണക്രമങ്ങൾ എങ്ങനെയാണ്, അവർക്ക് എന്തെങ്കിലും ഹോർമോണൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, പാരമ്പര്യമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളുള്ളവരാണോ. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം കോപം, നമ്മൾ പറയാറില്ലയോ അവൻ്റെ അച്ഛൻ്റെ ആ ദേഷ്യം അവനും കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ചിലപ്പം ആങ്സൈറ്റി, ഡിപ്രഷൻ, അതുപോലെ പല അസുഖങ്ങളും മാനസികമായിട്ട് പാരമ്പര്യമായിട്ട് നമുക്ക് വരാം. അതുപോലെ തന്നെ ഈ ഭക്ഷണക്രമങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഹോർമോണൽ, പിന്നെ ഈ ബ്രെയിനിൽ വല്ല ഇൽനെസ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം മെനിഞ്ചൈറ്റിസ്, അതുപോലെ തന്നെ ഫിറ്റ്സ്, എപ്പിലെപ്സി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ബയോളജിക്കലിൽ നോക്കുന്നത്. 2, ഇവരുടെ സൈക്കോളജിക്കലായിട്ടുള്ളത്, മാനസികമായിട്ടുള്ള ഇവരുടെ വ്യക്തിത്വത്തിൽ എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ എന്ന് നമ്മൾ നോക്കും. ഇപ്പം കൊച്ചുകുട്ടികളെയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഇവരുടെ പേരൻറ്റിങ് അല്ലെങ്കിൽ പേരൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ അടുത്തതാണ് നമ്മൾ ഇവരുടെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് നമ്മൾ നോക്കും. എന്ന് പറഞ്ഞാൽ ഇവരുടെ ചുറ്റുപാടുകൾ കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. അപ്പം അതാണ് ആ ഒരു ലെവലിലാണ് ഞാനിതിനെ കാണുന്നത്. എൻ്റെ ഒരു ക്ലയൻറ്റ് UK അവർ പറഞ്ഞത് അവിടെ എന്താ പഠിപ്പിക്കണതെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാന്നാ. കാരണം വെച്ചാൽ വീട്ടിലേക്ക് പഠിക്കാനുള്ള സംവിധാനമില്ല. പഠിത്തം എന്നത് സ്കൂളിൽ തീരുകയാണ്. വീട്ടിൽ വരുമ്പോൾ കുട്ടി വീട്ടിൽ എൻജോയ് ചെയ്യാണ്. ഇത് വീട്ടിലും പഠിത്തം, നാട്ടിലും പഠിത്തം, അങ്ങനെയായിട്ട് കുട്ടിയിൽ സ്ട്രെസ് ഉണ്ടാകുകയാണ്. സ്ട്രെസ്സ് കുട്ടിയിൽ ആദ്യമേ മൂലം ക്രിയേറ്റ് ചെയ്താൽ അവരുടെ ബ്രെയിൻ ഷട്ട് ഡൗൺ ചെയ്യുകയാണ്. അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ ബുദ്ധി ഒക്കെ ഡൗൺ ചെയ്യുകയാണ്. നമ്മുടെ ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്ന പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിൽ ആണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനം തന്നെ. അതിനെ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴേ ബ്രെയിനിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് അവയെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ, അവ മറ്റ് ശരീരത്തിൻ്റെ ഭാഗങ്ങളെ നിയന്ത്രിക്കുള്ളൂ. അതിനൊക്കെ സംജാതമാകുന്ന ഒരു അന്തരീക്ഷം വീട്ടിലും നാട്ടിലും അഥവാ സ്കൂളിലും ഉണ്ടായാൽ തന്നെ നല്ല വ്യക്തിത്വങ്ങൾ ഉണ്ടായി വരും. ഇപ്പം ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളെ എടുത്ത് നോക്കുക. എന്തുകൊണ്ടാണ് വിദേശ യൂണിവേഴ്സിറ്റികൾ ഇത്ര ശക്തമാവുകയും ഗംഭീരമാവുകയും ചെയ്യുന്നത്? ക്രിയേറ്റിവിറ്റിയാണ്. അവിടെ കുട്ടികളെ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ ചെയ്താൽ പാരൻസിൽ നിന്ന് തന്നെ കുട്ടി എടുത്തുകൊണ്ട് പോകും. ഇവിടെ പാരൻ്റ് കരുതുന്നത് കുട്ടി എൻ്റെ സ്വത്താണ്, അവനെ ഉപദ്രവിക്കാനുള്ള റൈറ്റ് എനിക്കുണ്ടെന്നാണ്. അതുപോലെ തന്നെയാണ് ടീച്ചർമാരും കരുതുന്നത്. തല്ലിയാൽ നന്നാകുമെന്നൊരു വിശ്വാസം ഇപ്പോഴും അധ്യാപകരുടെ ഇടയിലുമുണ്ട്. സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ് പീഡിപ്പിക്കപ്പെടുമ്പോൾ. പീഡനത്തിലൂടെ ഒരാളുടെ ബുദ്ധി ഒരിക്കലും ഉണരുകയില്ല, തളരുകയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഈ നമ്മളെ ചർച്ച ചെയ്യുന്ന, അതായത് നല്ലൊരു തലമുറയെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ സ്ട്രെസ് ലെസ്സായ, റിലാക്സ്ഡായ, ഇൻ്റലിജൻറ്റ് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൾച്ചറൽ പാറ്റേൺ നമുക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഇതിന് നല്ല ഒരു എവല്യൂഷണറി ചേഞ്ച് തന്നെ നമ്മുടെ സമൂഹത്തിൽ വരേണ്ടുകയും അധ്യാപകരുടെയും സർക്കാരിൻ്റെയും പേരൻസിൻ്റെയും കൂട്ടൊരുമയോട് കൂടി മാത്രമേ ഒരു നല്ല സൊസൈറ്റി എടുക്കുള്ളൂ. ഇപ്പം നമ്മൾ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴിക്കൂട്ടിൽ നിന്ന് ചാടിപ്പോയ കോഴീനെ പിടിച്ച് കൂട്ടിലിടുന്ന ഒരു പണിയാണ്. അതായത് എന്തെങ്കിലും പ്രോബ്ലമായിട്ട് വരുന്നവരെ അവിടെ വെച്ച് ശരിയാക്കിയിട്ട് നമ്മൾ വിടുമ്പോൾ. ഇപ്പം ഡ്രഗ് അഡിക്ഷൻ ക്യാമ്പിൽ പോയ എനിക്കൊരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വിസിറ്റ് ചെയ്തപ്പോൾ
അവർ പറയണത് അവരിവിടെ നിൽക്കുമ്പോൾ വളരെ കറക്റ്റാണ്. ഇവിടെ 15 ദിവസമായി ഞങ്ങൾ വന്നിട്ട് മദ്യപാനം നിർത്തി, എല്ലാം നിർത്തി. അതിനെക്കുറിച്ചുള്ള സ്റ്റഡി എടുത്ത് നോക്കുമ്പോൾ ഇവർ ഇതേ സമാന അന്തരീക്ഷത്തിൽ എപ്പോൾ പോയി പറഞ്ഞോ രണ്ടാമത് അവർ റീസ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എൻവയോൺമെൻറ്റൽ ഫാക്ടറിന് വലിയ സ്വാധീനം ഉണ്ടെന്നുള്ള, ചെറിയ സ്വാധീനമല്ല. ഇപ്പോഴത്തെ മോഡേൺ സ്റ്റഡികൾ മുഴുവൻ പറയണത് നമ്മൾ ഈ കെമിക്കൽ ചേഞ്ചസ് പോലെ തന്നെ എൻവയോൺമെൻറ്റിന്, നമ്മൾ കഴിക്കുന്ന ആഹാരം പോലെ നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷം, നമ്മൾ ഇടപെടുന്ന ആളുകൾ, അവരുടെ മനോഭാവം, നമ്മൾ പത്രത്തിൽ വായിക്കുന്ന മുഴുവൻ നെഗറ്റീവ് ന്യൂസുകളാണ് ഇന്ന്. അപ്പോൾ പ്രോത്സാഹനം കിട്ടുന്ന, മോട്ടിവേറ്റ് ആക്കുന്ന ഒരു ക്ലൈമറ്റിൻ്റെ അഭാവം വലിയ പ്രാധാന്യമുള്ളതാണ്. ഈ മാനസിക പ്രശ്നങ്ങൾ ചെറുപ്പക്കാരുടെ ഇടയിലും ആണെങ്കിലും വലിയവരുടെ ഇടയിലാണെങ്കിലും ശരിയാക്കാനുള്ളത്. അതിന് മറ്റേ സൈക്കോളജിസ്റ്റ് സോഷ്യൽ ബന്ധുരയുടെ വാക്കി പറഞ്ഞാൽ സോഷ്യൽ മോഡലിംഗ് ഒരു സംഗതി തന്നെ നമുക്ക് ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.